പണ്ടാരവടങ്ങ എന്തൊരു ചൊറിച്ചില്. ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ അടിച്ചതിന് ശേഷം നമ്മുടെ റിയാസ് സലീമിന് ഭയങ്കര വിഷമം. ഞാൻ ആ വിഷമം ഇപ്പൊ അങ്ങ് മാറ്റിത്തരാം. ഇങ്ങോട്ട് വന്നേനി, എന്നിട്ട് ഇങ്ങോട്ട് നിന്നേനി. പുള്ളിക്കാരൻ അവിടുത്തെ കുട്ടികളെ പറ്റി ഓർക്കുമ്പോൾ ഭയങ്കര വിഷമമാണ്. മനുഷ്യാവകാശത്തെ പറ്റി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞ വിഷമം കൊണ്ട് ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യലൊന്ന് പേടിച്ചിട്ടാ. പിന്നെ ഈ കാര്യത്തിൽ പ്രൗഡല്ല കേട്ടോ റിയാസ് സലീം. നമ്മൾ കയറിയില്ല, അവന്മാരെ അടിച്ചതിന് ഭീകരവാദത്തെയാണ് നമ്മൾ അടിച്ചത്, അല്ല ലോക്കൽസ് ആയിട്ട് ഒരു മനുഷ്യനെ അടിച്ചിട്ടില്ല. പിന്നെ അതല്ല ഉദ്ദേശം, ഞാൻ മാറി. റിയാസ് സലീമിന്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ തീവ്രവാദികൾ എന്നൊക്കെ പറയാൻ നേരത്തെ രാവിലെ എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി 4 സെറ്റ് പുട്ടിയും ലിപ്സ്റ്റിക്കും ഇട്ടിട്ട് ഈ ഭരതനാട്യത്തിന്റെ എക്സ്പ്രഷൻ വിട്ട് റീൽസ് ഇൻസ്റ്റഗ്രാമിൽ ഇട്ടുകൊണ്ടിരിക്കുന്നവരല്ല. അത് ആദ്യമേ അങ്ങ് മനസ്സിലാക്കി. പൊട്ടന് ലോക പൊട്ടനാണ്, പൊട്ടന് ലോക പൊട്ടൻ. അവർക്ക് കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്. രാജ്യത്തെ തൊട്ട് അവർ കയറി അടിച്ചിരിക്കും, ഒരു സംശയം വേണ്ട. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മുടെ രാജ്യത്തുണ്ട്. പിന്നെ ഈ ഗണ്ണുണ്ടല്ലോ, ഈ ഗണ്ണെന്ന് പറയുന്നത് ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് നടക്കാൻ വേണ്ടിയുള്ളതല്ല. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? അതെ, അതെടുത്ത് പ്രവർത്തിപ്പിക്കാൻ അറിയാവുന്ന നല്ല ആൺകുട്ടിയും സേനയിലുണ്ട്. ഇന്ന് നിങ്ങൾ 2 പെൺകുട്ടികളെ കണ്ടായിരുന്നു രാജ്യത്തെ അഭിസംബോധന ചെയ്ത്. അവരെ പോലുള്ള ആൾക്കാരൊക്കെയാണ് നമ്മുടെ രാജ്യത്തിന്റെ കരുത്തെന്ന് പറയുന്നത്. റിയാസ് സലീം തൽക്കാലം ആ AC ഒക്കെ ഓണാക്കി ആ മോഹിനിയാട്ടത്തിന്റെ എക്സ്പ്രഷൻ ഒക്കെ ഇട്ട് അടുത്ത് ലിപ്സ്റ്റിക്കിന്റെ പ്രൊമോഷൻ പിടിക്കും. അതിർത്തിയിലെ കാര്യവും സുരക്ഷയും അത് നോക്കേണ്ടവര് നോക്കിക്കോളൂ. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ. മിടുക്കനായിരുന്നു. പിന്നെ എന്തൊക്കെയോ സംഭവിച്ചു. പതുക്കെ അവനൊരു തോൽവിയാവാൻ തുടങ്ങി.